ഹരി ഓം. അധ്യായം 12. ശ്രീകൃഷ്ണാവതാരോത്സവം. തൻ്റെ മകൻ ജനിച്ചതിലുള്ള സന്തോഷത്താൽ നന്ദൻ പുലർച്ചെ തന്നെ ബ്രാഹ്മണന്മാരെ വിളിച്ച് മംഗളകരമായ ചടങ്ങുകൾ നടത്താൻ അഭ്യർത്ഥിച്ചു. കുട്ടിയുടെ ജാതക കർമാദികളും മറ്റ് വിശേഷാൽ പൂജകളും നടത്തപ്പെട്ടപ്പോൾ ഉദാരഹൃദയനായ നന്ദൻ സന്തോഷത്തോടെ ബ്രാഹ്മണർക്ക് 1,00,000 പശുക്കളെ ദക്ഷിണയായി നൽകി. അതോടൊപ്പം നന്ദൻ ബ്രാഹ്മണന്മാർക്ക് രത്നങ്ങളും സ്വർണവും ധാന്യങ്ങളും നൽകി. ഗായകർ മംഗളഗീതങ്ങൾ പാടി നടന്നു. വരാംഗനമാർ നൃത്തം ചെയ്തു. മനോഹരവും വർണ്ണാഭവുമായ പതാകകൾ, ആവരണങ്ങൾ, സ്വർണക്കുടങ്ങൾ എന്നിവയാൽ അലങ്കരിച്ച നന്ദഗോപരുടെ ഗൃഹം ശോഭയോടെ തിളങ്ങി. പ്രധാന പാതകൾ, നടപ്പാതകൾ, പ്രവേശന വഴികൾ, മതിലുകൾ, മുറ്റങ്ങൾ, വേദികൾ, മണ്ഡപങ്ങൾ എന്നിവ സുഗന്ധജലത്തിൻ്റെ തുള്ളികളാൽ തിളങ്ങി. പശുക്കളെ ചുവന്ന വസ്ത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചു. അവയുടെ കഴുത്തിലും കൊമ്പുകളിലും സ്വർണമണികൾ തൂക്കി. അവയുടെ വാലുകൾക്ക് മഞ്ഞ നിറമായിരുന്നു. കാളകളെ മയിൽപീലി കൊണ്ട് അലങ്കരിച്ചു. ഈ ഉത്സവ ആഘോഷത്തെക്കുറിച്ച് അറിഞ്ഞ വൃഷഭാനു രാജാവും കലാവതിയും അലങ്കരിച്ച ആനപ്പുറത്ത് അവിടെ എത്തി. അനേകം ഗോപന്മാർ പലതരം സമ്മാനങ്ങൾ കൊണ്ടുവന്നു. അവർ ഈ ജനനോത്സവത്തെക്കുറിച്ച് വാ തോരാതെ സംസാരിച്ചു. ഇത് കേട്ട നന്ദൻ്റെ കണ്ണുകൾ ആനന്ദാശ്രുക്കളാൽ നിറഞ്ഞു. നന്ദൻ തിലകവും മറ്റ് സമ്മാനങ്ങളും നൽകി എല്ലാവരെയും ആദരിച്ചു. ഗോപരിൽ ഒരാൾ പറഞ്ഞു, "ഓ നന്ദ, ഒരു പുത്രനെ കാംക്ഷിക്കുന്ന നിഷ്കളങ്കനായ മനുഷ്യന് ഈ പുത്രൻ്റെ ജനനോത്സവത്തേക്കാൾ മഹത്തായ മറ്റെന്താണ് ഉണ്ടാകുക? ഒരുപാട് നാളുകൾക്ക് ശേഷം വിധി ഈ ദിവസം നമുക്ക് കാണിച്ചു തരുന്നു. താങ്കൾ കുട്ടിയെ മടിയിൽ കിടത്തി ലാളിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നുന്നു." ഇത് കേട്ട് സന്തുഷ്ടനായ നന്ദൻ പറഞ്ഞു, "നിങ്ങളുടെ പുണ്യപൂർണമായ ആശീർവാദങ്ങൾ എന്നെ വളരെ സന്തോഷിപ്പിക്കുന്നു." ഈ ജനനോത്സവത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ ഗോപികമാർ തങ്ങളുടെ ജോലികൾ ഉപേക്ഷിച്ച് സമ്മാനങ്ങളുമായി നന്ദൻ്റെ ഗൃഹത്തിലേക്ക് ഓടി. അവരുടെ സമ്മാനങ്ങൾ യശോദയ്ക്ക് കൈമാറി. എന്നിട്ട് ഒരു ഗോപിക യശോദയോട് പറഞ്ഞു, "ഓ യശോദേ, സുകൃതം സുകൃതം. ഇതുപോലെ ഒരു പുത്രന് ജന്മം നൽകാൻ സാധിച്ച നിങ്ങൾ വളരെ ഭാഗ്യവതിയാണ്. ദീർഘകാലത്തിന് ശേഷം ഭഗവാൻ നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റി. താമര കണ്ണുകളുള്ള മധുരമാർന്ന പുഞ്ചിരി തൂകുന്ന ഈ ബാലനെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ." ഇത് കേട്ട് സന്തുഷ്ടയായ യശോദ പറഞ്ഞു, "നിങ്ങളുടെ ദയാപൂർണമായ ആശീർവാദങ്ങൾ എനിക്ക് വളരെ സന്തോഷം നൽകുന്നു." ഗോപികമാർ രോഹിണി ദേവിയെയും അനുമോദിച്ചു. യശോദയും രോഹിണിയും അനേകം ദാനങ്ങൾ നടത്തി. പിന്നീട് സനത് കുമാരൻ, കപിലൻ, ശുകദേവൻ, വ്യാസൻ, ദത്തൻ എന്നിവരാൽ നയിക്കപ്പെട്ട മഹാഋഷികളോടൊപ്പം കിരീടവും കമ്മലും ധരിച്ച് ചതുർമുഖത്തോടു കൂടിയ ബ്രഹ്മദേവൻ ഒരു ഹംസത്തിൽ കയറി അവിടേക്ക് വന്നു. അനേകം ഭൂതഗണങ്ങളുടെ അകമ്പടിയോടെ കാളപ്പുറത്ത് ഭഗവാൻ ശിവൻ അവിടേക്ക് വന്നു. ഒരു രഥത്തിൽ കയറി സൂര്യദേവനും, ഐരാവതത്തിൽ കയറി ഇന്ദ്രനും, ഒരു ഖഞ്ചനപക്ഷിയുടെ പുറത്ത് കയറി വായുദേവനും, പോത്തിൻ്റെ പുറത്ത് കയറി യമരാജനും, പുഷ്പക വിമാനത്തിൽ കുബേരനും, മാൻപുറത്ത് ചന്ദ്രദേവനും അവിടേക്ക് പുറപ്പെട്ടു. അവരോടൊപ്പം അഗ്നിദേവൻ, വരുണദേവൻ, കാർത്തികേയൻ, സരസ്വതി, ലക്ഷ്മി, ദുർഗ എന്നിവരും അവിടേക്ക് പുറപ്പെട്ടു. എല്ലാവരും ശൈശവരൂപം പൂണ്ട ഭഗവാനെ കണ്ട് നിർവൃതി പൂണ്ട് അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് തിരിച്ചുപോയി. ഇവിടെ 1-ാം ഖണ്ഡത്തിലെ 12-ാം അധ്യായം സമാപിക്കുന്നു. ഹരി ഓം.